ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി നമ്മുടെ ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഗ്രീൻ പീസ് കറിയാണ് നമ്മുടെ തേങ്ങ അരച്ച ഗ്രീൻ പീസ് കറി. തേങ്ങ അരച്ച ഗ്രീൻ പീസ് കറി എന്ന് പറയുമ്പോൾ പലർക്കും മുഖം മാറും. എന്താണെന്ന് വെച്ചാൽ തേങ്ങ അരയ്ക്കുക, തേങ്ങ ചിരവ എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ തേങ്ങ ചിരവി തേങ്ങ അരച്ച് ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഈ ഗ്രീൻ പീസ് കറി റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ 1.5 കപ്പ് ഗ്രീൻ പീസ് വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് 8 മണിക്കൂർ. തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. അരമുറി തേങ്ങ അല്ലെങ്കിൽ 1.25 കപ്പ് തേങ്ങ മതി. പിന്നെ ഞാൻ 3 സവോള എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ 2 സവോള എടുത്താലും മതി. 2 തക്കാളി, ഇത് ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് 2 തക്കാളി എടുത്തിട്ടുള്ളത്. ഇല്ലെങ്കിൽ വലിയ തക്കാളി ആണെങ്കിൽ 1 മതി. ഒരു 4 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി. പിന്നെ വെളുത്തുള്ളി ചേർക്കണം എന്നുണ്ടെങ്കിൽ 4 5 അല്ലി വെളുത്തുള്ളി ചേർക്കാം. ഞാൻ വെളുത്തുള്ളി ചേർക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വെളുത്തുള്ളി ചേർക്കാത്തത്. പിന്നെ നമുക്ക് കറിവേപ്പിലയും പൊടികളൊക്കെയാണ് വേണ്ടത്. അത് നമുക്ക് ചേർക്കുമ്പോൾ പറയാം. ആദ്യം നമുക്ക് നമ്മുടെ ഗ്രീൻ പീസ് ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. ഞാനിത് 3 പ്രാവശ്യം കഴുകി എടുത്തതാണ്. അപ്പോൾ ഈ ഗ്രീൻ പീസ് എനിക്ക് 1 വിസിൽ വരുമ്പോൾ കുക്കായി കിട്ടും. നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ പീസ് എത്ര വിസിൽ വരുമ്പോൾ കുക്കായി കിട്ടും എന്ന് വെച്ചാൽ അത്രയും വിസിൽ വരുത്തിയെടുക്കുക കേട്ടോ. ചില ഗ്രീൻ പീസ് 3 4 വിസിൽ വരുമ്പോഴേ കുക്കായി കിട്ടുള്ളൂ. ചില ഗ്രീൻ പീസ് വേഗം തന്നെ കുക്കായി കിട്ടും. ഗ്രീൻ പീസിലേക്ക് നമുക്ക് കുക്കാവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. അതുപോലെ തന്നെ ഗ്രീൻ പീസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഞാനിപ്പോൾ 2 പച്ചമുളകും കൂടി ഗ്രീൻ പീസിൻ്റെ കൂടെ ചേർത്ത് വേവിക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എരിവൊന്ന് ഗ്രീൻ പീസിലേക്ക് പിടിച്ചു വരാനാണ് ഇപ്പോൾ ചേർത്ത് കുക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മുടെ സവോളയും തക്കാളിയൊക്കെ കട്ട് ചെയ്യാം. അരപ്പും റെഡിയാക്കിയെടുക്കാം. നമുക്ക് നമ്മുടെ അരപ്പ് റെഡിയാക്കിയെടുക്കാം. അരപ്പ് റെഡിയാക്കാനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം ചേർക്കുക. പെരിഞ്ജീരകം ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ പെരിഞ്ജീരക പൊടി ചേർത്താലും മതി. പക്ഷെ കൂടുതൽ ടേസ്റ്റ് വരുന്നത് പെരിഞ്ജീരകം ചേർത്ത് അരയ്ക്കുമ്പോഴാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്ന് 1.25 കപ്പ് തേങ്ങ എടുക്കുക. നിങ്ങൾക്ക് അത്രയും അരപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ അതിലും കുറച്ച് തേങ്ങ എടുത്താലും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. വേറെ ഒന്നും നമുക്കിതിലേക്ക് ചേർക്കാനില്ല. ഈ തേങ്ങയും പെരിഞ്ജീരകവും മാത്രമാണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ തേങ്ങയും ജീരകവും ചേർത്ത് അരച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ കുറച്ച് ഗ്രേവിയോട് കൂടിയാണ് ഞാൻ അരച്ചെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി സവോള എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. സവോള നീളത്തിൽ തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തു. തക്കാളി 8 കഷ്ണങ്ങളാക്കി എടുത്തു. ഒരു തക്കാളി 8 കഷ്ണങ്ങളാക്കി എടുത്തു. ഇഞ്ചി ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കറിന് വിസിൽ വന്നിട്ടില്ല. കുക്കറിൻ്റെ വിസിൽ വന്ന് പ്രഷർ പോയി കഴിയുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതിനിടയ്ക്ക് നമുക്ക് ഈ മസാല റെഡിയാക്കാനുണ്ട്. കുക്കറിൻ്റെ വിസിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് മസാല റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് 3 വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചേർക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് വെളുത്തുള്ളിയും കൂടി ചേർക്കാം കേട്ടോ. പിന്നെ നമ്മുടെ സവോള, ഇതൊന്ന് നന്നായിട്ട് നമുക്കിനി വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മൾ ഗ്രീൻ പീസിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് എങ്കിലും ഈ സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മളെപ്പോഴും ഗ്രീൻ പീസിൽ ഉപ്പ് ചേർക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏത് കറികളിൽ ഉപ്പ് ചേർക്കുമ്പോഴും സവാള ചേർക്കുന്നതാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർക്കുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവോളയിൽ ഉപ്പ് ചേർത്ത് വരുമ്പോൾ കറിക്ക് ഉപ്പ് കൂടി പോരുത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് കഷ്ണങ്ങളാണെങ്കിലും പരിപ്പ് വർഗ്ഗങ്ങളാണെങ്കിലും ഒക്കെ വേവിച്ചെടുക്കുക. കുറച്ച് ഉപ്പ് സവോളയിൽ ചേർക്കുമ്പോൾ വേഗം തന്നെ വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് കളർ മാറി വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം കുറച്ചു. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട്.
നിങ്ങൾക്ക് കറിക്ക് മഞ്ഞ കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി കൂടുതൽ ചേർക്കാം, 1/2 ടീസ്പൂൺ വരെ ചേർക്കാം. ഞാനിപ്പോൾ ഒരു പിഞ്ചാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി. മുളക് പൊടി നമ്മൾ ഈ കറിയിൽ ചേർക്കുന്നില്ല, അതിന് പകരമായിട്ടാണ് പച്ചമുളക് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇനി പൊടികളെല്ലാം നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് മതി, അപ്പോൾ കുക്കായി വരും. പിന്നെ നമ്മുടെ കറിക്ക് ഈ ഒരു ലൈറ്റ് ഷെയ്ഡ് അല്ല വേണ്ടതെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർക്കാം കേട്ടോ. കുരുമുളക് പൊടി ഒഴിവാക്കിയിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ കറിയുടെ കളറൊന്ന് വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് ഈ മുളക് പൊടി ഒഴിവാക്കിയതും മഞ്ഞൾപ്പൊടി ഒഴിവാക്കിയതും. പൊടികൾ നന്നായിട്ട് കുക്കായില്ലെങ്കിൽ നമ്മുടെ കറിക്ക് ടേസ്റ്റ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് പൊടികൾ കുക്കായി വരണം. ഇതിലേക്ക് ഞാനിപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന കറിവേപ്പില ഉണ്ടല്ലോ, ആ കറിവേപ്പില ചേർക്കുകയാണ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ തക്കാളി മുറിച്ച് വെച്ചിരിക്കുന്നത്. തക്കാളിയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി തക്കാളി ഒന്ന് കുക്കായി വരണം. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞൊന്നും പോകണ്ട, ഒന്ന് ലൈറ്റായിട്ട് കുക്കായി വന്നാൽ മതി. ബാക്കി നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കൂടെ കിടന്നിട്ട് തക്കാളി കുക്കായി വന്നോളും. അപ്പോൾ 1 മിനിറ്റ് തക്കാളിയും ഒന്ന് കുക്കായി വരട്ടെ. തക്കാളി അടച്ചു വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു പോകണ്ട, തക്കാളി ഈ കഷ്ണങ്ങളായിട്ട് തന്നെ ഇതിൽ കിടന്നാൽ മതി. തക്കാളിയുടെ എണ്ണം നിങ്ങളുടെ പുളിക്കനുസരിച്ച് വ്യത്യാസം വരുത്താം. ഒരുപാട് പുളിയായിരുന്നെങ്കിൽ കറിക്കൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറിയൊരു പുളി ടേസ്റ്റ് വരുമ്പോഴാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർക്കാം. ഗ്രീൻ പീസ് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇത് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് ഗ്രേവിയുടെ അളവ് കൂട്ടാം. ഞാനിപ്പോൾ ഒരുപാട് ഗ്രേവിയുള്ള ടൈപ്പ് കറിയല്ല ചെയ്യുന്നത്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്തോ ചെറുതായിട്ട് മുറിച്ചിട്ടോ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. ഈ അരപ്പും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് തിളക്കരുത് കേട്ടോ ഇനി കറി. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് അരപ്പ് ചേർക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ കറി ഇതാ റെഡിയായി. ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് കറിയിൽ നിന്ന് ആവി വരുന്നുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഞാൻ അരപ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തു ഇതുപോലെ. അപ്പോൾ ഗ്രേവി അധികം ലൂസായിട്ടുള്ള ഗ്രേവി അല്ല, അത്യാവശ്യം തിക്നെസ് ഉള്ള ഗ്രേവിയാണ്. ഇനി നമുക്കിതിലേക്ക് ഒന്നും ചേർക്കാനില്ല. നമ്മുടെ ഗ്രീൻ പീസ് തേങ്ങ അരച്ച കറി റെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് പുട്ടിൻ്റെയോ അപ്പത്തിൻ്റെയോ ഇടിയപ്പത്തിൻ്റെയോ ഒക്കെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടപ്പെട്ട റെസിപ്പികൾക്കൊക്കെ ഒരു ലൈക്ക് മറക്കാതെ തരാം കേട്ടോ. പിന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ റെസിപ്പികൾ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികൾ ഇനിയും ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വ്യത്യസ്തമായ റെസിപ്പികൾ നമുക്കിടയ്ക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.